നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ നാം നിർത്തപ്പെടുന്ന സമയം, അതിനാണല്ലോ ഖിയാമത്ത് എന്ന് പറയുന്നത്. ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് നിർത്തപ്പെടുന്ന ദിവസം എന്നാണ്. നമ്മളെയൊക്കെ ചോദിക്കപ്പെടുന്നതിനു വേണ്ടി, നമ്മളെയൊക്കെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി അള്ളാഹുവിൻ്റെ കോടതിയിൽ നിർത്തപ്പെടുന്നതിനാണ് ഖിയാമത്ത് എന്ന് പറയുന്നത്. ആ ഖിയാമത്തിൽ അഥവാ അവൻ്റെ കോടതിയിൽ, നമുക്കറിയാം കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും കോടതികളുണ്ട്. ആ കോടതികളിൽ തെറ്റ് ചെയ്തു എന്ന് കോടതിയിൽ സ്ഥിരീകരിക്കപ്പെടുന്നത് സാക്ഷികളിലൂടെയാണ്. സാക്ഷികൾ ഇല്ല എങ്കിൽ ഒരിക്കലും ആ കേസ് മുന്നോട്ട് പോവുകയില്ല, തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. സാക്ഷി വിസ്താരം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ സാക്ഷികൾ നമ്മുടെ ഭൗതികമായ കോടതികളിൽ വളരെ കൃത്യമായി സ്വാധീനം ചെലുത്തപ്പെടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ കോടതിയിലും സാക്ഷികൾ വളരെ കൃത്യമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്നുണർത്തുന്നത്, നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ 5 സാക്ഷികൾ ഉണ്ടാകും. ഈ 5 സാക്ഷികളെയും നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഭൗതിക കോടതികളിൽ സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് കേസിൻ്റെ ഗതിവിഗതികളെ മാറ്റാൻ കഴിയും. സാക്ഷി എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് കേസ് മുന്നോട്ട് നീങ്ങുന്നത്. പടച്ചതമ്പുരാന്റെ കോടതിയിൽ 5 സാക്ഷികളെ അള്ളാഹു കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ 5 സാക്ഷികളെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിയണം. 5 സാക്ഷികൾ ആരാണ് എന്നും ആ 5 സാക്ഷികളെ എങ്ങനെയാണ് നമുക്ക് സ്വാധീനിക്കാൻ കഴിയുക എന്നും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പ്രഭാഷണം കൊണ്ട് ഞാൻ ഒന്ന് ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു നാളെ കോടതിയുടെ ഏറ്റവും വലിയ കോടതിയായ പടച്ചവന്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരുപാട് സാക്ഷികളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഈ ഇരിക്കുമ്പോൾ കസേരകൾ നാളെ സാക്ഷിയാണ്. ഞാൻ ഈ പറയുന്നതിന് ഈ പന്തൽ സാക്ഷിയാണ്, ഈ മൈക്ക് സാക്ഷിയാണ്, ഈ ബോക്സും ഈ മറ്റ് സംവിധാനങ്ങളൊക്കെയും സാക്ഷികളാണ്. നമ്മുടെ പള്ളി നിസ്കാരത്തിന് സാക്ഷിയാണ്. നമ്മുടെ ഖുർആൻ ഷരീഫ് നമ്മൾ ഓതി എന്നതിന് സാക്ഷിയാണ്. നമ്മുടെ മുസല്ല നിസ്കരിച്ചു എന്നതിന് സാക്ഷിയാണ്. സാക്ഷികളെ നമുക്കുണ്ടാക്കിയെടുക്കണം. അമലുകളുടെ വിഷയത്തിൽ, തിന്മകളുടെ വിഷയത്തിൽ ഉണ്ടാകുന്ന സാക്ഷികളെ നമുക്ക് അനുകൂലമാക്കിയെടുക്കാനും കഴിയണം. ഞാൻ പറഞ്ഞു വന്ന വിഷയം, നാളെ പരലോകത്ത് ഏതൊരു കോടതിയെ പോലെയും അള്ളാഹുവിൻ്റെ കോടതിയിൽ സാക്ഷികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ സാക്ഷികളെ നമുക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുമ്പോഴേക്കും നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി നാം നോക്കിക്കാണേണ്ടതുണ്ട്. നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ സാക്ഷി ഖുർആൻ മാത്രമാണ്. ഖുർആനിൽ പറയപ്പെട്ട 5 സാക്ഷികളാണ്. അതിൽ ഒന്നാമത്തെ സാക്ഷി വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൽ ഇൻഫിത്താർ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ മഗ്രിബിനും ഇശാക്കും, കൂടുതൽ ഇശാക്കോ സുബഹിക്കോ ഒക്കെ ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ആയത്താണ്. അള്ളാഹു പറയുന്നുണ്ട്, ഒന്നാമത്തെ പരലോകത്ത് നിൽക്കുന്ന ഒന്നാമത്തെ സാക്ഷി അത് മലായിക്കത്തുകളാണ്. ആ മലക്കുകളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയണം. നിങ്ങൾ ശ്രദ്ധയോടെ ഈ വിഷയം കേൾക്കണം. ഒന്നാമത്തെ സാക്ഷികൾ മലായിക്കത്തുകളാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മൾ കൂടുതൽ
തസ്ബീഹുകൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ നമസ്കാരം അധികരിപ്പിക്കുമ്പോൾ ആ സമയത്തൊക്കെ നിസ്കരിക്കുന്ന സ്ഥലവും, അതുകൊണ്ടാണ് ഫുഖഹാക്കൾ പറഞ്ഞു, നമ്മൾ 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് നമ്മൾ സുന്നത്ത് നിസ്കരിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഉലമാക്കൾ ചെയ്യുന്നത് ഒരു നിമിഷം നമ്മളൊന്ന് നോക്കണം. അവർ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് നീങ്ങി നിന്നിട്ട് ആ പ്ലേസ് ചേഞ്ച് ചെയ്യാറുണ്ട്, ആ സ്ഥലമൊന്ന് വ്യത്യാസപ്പെടുത്താറുണ്ട്. എന്തിനാണ്? സാക്ഷി നിൽക്കും നാളെ പരലോകത്ത്. 2 പ്ലേസ് അള്ളാന്റെ കോടതിയിൽ വന്ന് സാക്ഷി നിൽക്കും. നമ്മൾ ഓതുന്ന ഖുർആൻ ഷരീഫ് നമ്മുടെ മരണശേഷം കരയും, നമ്മുടെ തസ്ബീഹുമാലകൾ കരയും, സഹോദരിമാരുടെ നമസ്കാര കുപ്പായം തേങ്ങിക്കരയും നമ്മുടെ മരണശേഷം. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മുടെ തിന്മകൾ അല്ലെങ്കിൽ നമ്മുടെ അമലുകൾ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി നിർത്തപ്പെടുന്ന സമയം, അതിൽ ഒന്നാമത്തെ സാക്ഷി മലായിക്കത്തുകളാണ്. അള്ളാഹു പറയുകയാണ്, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇൻഫിതാറിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുകയാ, പരലോകത്ത് സാക്ഷി നിൽക്കുന്ന ഒന്നാമത്തെ സാക്ഷി ഏതെന്നറിയോ? വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ. കിറാമൻ കാതിബീൻ, അള്ളാഹുവിന്റെ മലായിക്കത്തുകളിൽ ഒരു വിഭാഗത്തിന്റെ ഡ്യൂട്ടി കിറാമും കാതിബീങ്ങളാണ്, ബഹുമാന്യരായ റിപ്പോർട്ടർമാരാണ്. കിറാമുൻ കാത്തിബ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റിപ്പോർട്ടർ എന്നാണ്. നമ്മുടെ ചാനൽ റിപ്പോർട്ടർമാരുടെ കാര്യമല്ല ഈ പറയുന്നത്. മക്കളെടാ ചുമ്മാരിക്കടേ, സംസാരിക്കരുത്, ശ്രദ്ധിച്ചിരിക്കും. ഈ ചാനൽ റിപ്പോർട്ടർമാരുടെ കാര്യമല്ല പറയുന്നത്. അവര് മാങ്ങാന്ന് പറഞ്ഞാൽ എഴുതുന്ന തേങ്ങാന്നായിരിക്കും. അതങ്ങനെയാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. ചാനലുകാരെ എഴുതുന്നത് ശരിയല്ലല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ എഴുതുന്നതിൽ ഒരക്ഷരം പോലും കള്ളമില്ല. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു പേര് കൊടുത്തത് കിറാമുൻ കാത്തിബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാന്യരായ റിപ്പോർട്ടർമാർ. അവർക്ക് ബഹുമാനം അർഹിക്കുന്നുണ്ട്, അവര് ബഹുമാനം അർഹിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, കിറാമൻ കാതിബീന യഅലമൂന മാ തഫഅലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നതായ കിറാമും കാത്തിബീങ്ങൾ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ആ രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകൾ നാളെ പരലോകത്തെ സാക്ഷികളാകുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻഫിതാറിൽ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാ, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന ലില്ലാഹി മലായിക്കത, അള്ളാഹുവിന് ചില മലായിക്കത്തുകളുണ്ട്, പടച്ചവന് ചില മലക്കുകളുണ്ട്. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന ജിബ്രീൽ എന്ന മലക്ക് മാത്രമല്ലല്ലോ, മഴയും ഇടിയും മിന്നും കാറ്റുമെല്ലാം സൃഷ്ടിക്കുന്നതിന് എല്ലാ ചുമതലകളും എടുത്തു കൊടുത്തിട്ടുള്ള മീകായിൽ മാത്രമല്ലല്ലോ മലക്കുകളുടെ കൂട്ടത്തില്. സൂറന്ത കാഹളത്തിൽ ഓതുന്ന ഇസ്രാഫീൽ മാത്രമല്ലല്ലോ, റൂഹ് പിടിക്കുന്ന ഇസ്രാഹീൽ മാത്രമല്ലല്ലോ, നന്മ തിന്മകൾ എഴുതുന്ന റഖീബ് അതീദ് എന്ന് പറയുന്ന മലായിക്കത്തുകളും ഉണ്ടല്ലോ. നന്മകൾ എഴുതുന്ന റഖീബും തിന്മകൾ എഴുതുന്ന അതീദും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന മുൻകർ നക്കീറുമുണ്ടല്ലോ. നരകത്തെ കാക്കുന്ന മലക്കുണ്ടല്ലോ, മലക്ക് മാലിക്. സ്വർഗത്തെ കാക്കുന്ന മലക്കുണ്ടല്ലോ, മലക്ക് റിളവാൻ. ഇങ്ങനെ ഒരുപാട് മലായിക്കത്തുകളുടെ വിഭാഗത്തെ ഖുർആന് പരിചയപ്പെടുത്തുമ്പോ അർശെന്ന സിംഹാസനത്തിന് ചുമക്കുന്ന മലായിക്കത്തുകളുണ്ട്. അതുപോലെ നമ്മളെ ഹഫളത്തിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്ന മലായിക്കത്തുകളുമുണ്ട്. ഒരു വിശ്വാസി ഒരു കുഴിയിൽ വീഴാതെ, ഒരു അപകടത്തിൽ വീഴാതെ, ഒരു ആപത്തിൽ വീഴാതെ ആ വിശ്വാസിയെ സംരക്ഷിക്കുന്ന ഹഫളത്തിന്റെ മാലാകമാരുമുണ്ട്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന ലില്ലാഹി മലായിക, അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്തെന്നറിയോ? യഅരിഫൂന അഅമാല ബനി ആദമ,
മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം അവരറിയുകയാണ്. ഒരു അടിമയിലേക്ക് അവരിങ്ങനെ സൂക്ഷ്മതയോടെ നോക്കുമ്പോൾ, ഒരു അടിമ ആണാകട്ടെ പെണ്ണാകട്ടെ സൂക്ഷ്മതയോടെ മലക്കുകൾ നോക്കുമ്പോൾ ആ മലക്കുകൾക്ക് കാണാൻ പറ്റുന്നത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണെങ്കിൽ, അള്ളാഹുവിനോടുള്ള വണക്കമാണെങ്കിൽ, അവന് വേണ്ടിയിട്ടുള്ള സുജൂദാണെങ്കിൽ, ആ മലക്കുകൾ എന്താ പറയുന്നതെന്നറിയോ? വഖാലൂ, അവര് പറയുന്നു ഇന്നയാൾ ഇന്നലെ രാത്രി വിജയിച്ചിരിക്കുകയാണ്, ഇന്ന സ്ത്രീ ഇന്നലത്തെ രാത്രിയിൽ വിജയിച്ചിരിക്കുകയാ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു സുഹൃതം ചെയ്യുമ്പോൾ ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിങ്ങൾ വന്നിരുന്നല്ലോ, ഈ ഇരുത്തം അല്ലാഹുവിന്റെ മാലാഖമാര് രേഖപ്പെടുത്തുകയാ. ഈ മലായിക്കത്തുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ സാക്ഷികളായി വരേണ്ടതാണ്. ഇന്ന ആള്, ഇന്ന വ്യക്തി, ഇന്ന കുടുംബത്തിലെ ഇന്നയാളിന്റെ മകൻ ഇന്ന വ്യക്തി ഇന്ന തീയതിയില് ഇന്ന പള്ളിയുടെ മുറ്റത്ത് ഇന്ന മഹാനായ ശൈഖിന്റെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയില് അയാള് സാന്നിധ്യം കൊണ്ട് ആ സദസ്സിനെ സമ്പന്നമാക്കി എന്ന് സാക്ഷി നിൽക്കാൻ അല്ലാഹുവിന്റെ മലായിക്കത്തുകളുണ്ട്. അതാണ് റസൂലുള്ള പറയുന്നത്. ഇന്നത്തെ രാത്രി നോക്കിയിട്ട് മലായിക്കത്തുകൾ പറയുകയാണ്, അഫ്ലഹൽ ലൈലത ഫുലാൻ, ഇന്നയാള് വിജയിച്ചിരിക്കുകയാ. അതെങ്ങോട്ട് നോക്കി കിട്ടാ പറയുന്നത്? ദീനീ മജ്ലിസുകളിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്, ദിക്റിന്റെ മജ്ലിസിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്, സ്വലാത്തിന്റെ മജ്ലിസുകളിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്, അല്ലാഹുവിന്റെ പള്ളിയുടെ ഉള്ളറകളിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്. അവിടെയും റസൂലുള്ള ഒന്ന് പറഞ്ഞു, അതുപോലെ അത് പള്ളിയുടെ പേരിലാകട്ടെ, ഉറൂസിന്റെ പേരിലാകട്ടെ, ചന്ദനക്കുടത്തിന്റെ പേരിലാകട്ടെ, ഏത് പേരിലാണെങ്കിലും ഇനി ആരത് സംഘടിപ്പിച്ചാലും, ഏത് കമ്മിറ്റിക്കാര് സംഘടിപ്പിച്ചാലും, തോന്നിയാസങ്ങളിലേക്ക് ഒഴുകുന്ന ജനങ്ങളെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പറയുന്നത്, ഹലകൽ ലൈലത ഫുലാ, ഇന്നലത്തെ രാത്രിയിൽ അവനെ നശിച്ചിരിക്കുകയാണ്, അവനെ നശിച്ചിരിക്കുകയാ, അവൻ നശിച്ചിരിക്കുകയാണ് എന്ന് മലായിക്കത്തുകൾ പറയുമെന്ന് അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഒന്നാമത്തെ സാക്ഷി നമ്മൾ എന്ത് ചെയ്താലും മലായിക്കത്തുകൾ സാക്ഷിയാണ്. നാളെ അള്ളാന്റെ കോടതിയിൽ അവര് സാക്ഷി നിൽക്കും. ഈ ഭൂമിയിൽ അവര് വിളിച്ചു പറയും, നമ്മുടെ അമലുകൾ കാണുമ്പോൾ ഇന്നലത്തെ രാത്രിയിൽ അവൻ വിജയിച്ചു, ഇന്നലത്തെ രാത്രിയിൽ അവന് പരാജയപ്പെട്ടു. ഇത് മലായിക്കത്തുകൾ പറയുന്നതാണ്. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, ഈ മലായിക്കത്തുകൾ അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി, അവരുടെ ആ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. അത് എപ്പോഴെന്നറിയോ? എപ്പോഴാണ്? ആ രണ്ട് സമയം ഇന്നത്തെ രാത്രി മുതൽ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കണം. എപ്പോഴാന്നറിയോ? നൈറ്റും ഡേയും. ഇത് സാധാരണ ഏതെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ ATM കൗണ്ടറിന്റെ മുന്നിലോ അല്ലെങ്കിൽ ബാങ്കിന്റെ മുന്നിൽ സെക്യൂരിറ്റിക്കാരനോ ഒന്നും മാത്രമല്ല ഈ പറയപ്പെടുന്ന ഷിഫ്റ്റ്, ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ മാളുകളിലോ ഒന്നും മാത്രമല്ല, മറിച്ച് ഈ മലായിക്കത്തുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഡ്യൂട്ടി ഡേയും നൈറ്റും പണിയെടുക്കുന്ന മലായിക്കത്തുകളുണ്ട്. ഇതെന്റെ വാക്കല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എപ്പോഴാണ് അവരുടെ ഡ്യൂട്ടിക്ക് ചേഞ്ച് വരുന്നതെന്നറിയോ? 2 നമസ്കാരങ്ങളിലാണ്. അത് ഏതൊക്കെ നിസ്കാരങ്ങളാണ്? ആ നമസ്കാരം നമ്മൾ കൃത്യമായി ഇൻഷാ അല്ലാഹ് വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ നമസ്കാരം നമ്മൾ നോക്കിക്കാണണം. ഏതൊക്കെ നിസ്കാരം എന്നറിയോ? രാത്രിയിലെ മലക്കുകൾ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്നൊരു സമയം, ആ സമയം തന്നെ പകലിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് ഡ്യൂട്ടി ഏൽക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ്. രാവിലത്തെ ഡ്യൂട്ടി ചെയ്ത മലക്കുകൾ ഡ്യൂട്ടി തീർന്ന് തിരികെ മുകളിലോട്ട് പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയം
ഒരു നിസ്കാരത്തിന്റെ സമയമാണ്. ആ സമയം തന്നെ രാത്രിയുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അടുത്ത മലക്കുകൾ താഴോട്ട് വരികയും ചെയ്യും. അതേത് സമയമാണ്? 2 വഖത്ത് നമസ്കാരം. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാക്ഷാൽ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. ഡേ നൈറ്റിന്റെ ഡ്യൂട്ടിയിലുള്ള മലായികത്തുകള്, രാത്രിയിലെ ജോലിക്കാരും പകലിന്റെ ജോലിക്കാരുമായ മാലാകമാര്, യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്രി. അവര് 2 കൂട്ടരും ഒരുമിച്ച് കൂടുന്ന നമസ്കാര സുബഹും അസറുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹി നിസ്കാരത്തിൽ വരുന്ന മലായിക്കത്തുകൾ ഏത് മലക്കുകളെന്നറിയോ? രാത്രിയുടെ ഡ്യൂട്ടി ചെയ്ത് തീർന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവര് തിരികെ പോകുന്നത്. ആ പോകുന്ന സമയം കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടല്ല പകലിന്റെ ജോലിക്കാരായ മലക്കുകൾ വരുന്നത്. പകലുള്ള ജോലി ചെയ്യേണ്ട മലക്കുകൾ സുബഹി നിസ്കാരത്തിന് ഇറങ്ങും. സുബഹി ജമാഅത്തിൽ അവര് കാണും. അപ്പൊ രാത്രിയിലെ ഡ്യൂട്ടി ചെയ്യുന്ന മലക്കുകള് ആ സമയത്ത് വരും. അപ്പൊ ഈ സുബഹി നിസ്കാരത്തില് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന മലക്കുകളും പകലിന്റെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി വന്ന മലക്കുകളും തമ്മിൽ കണ്ടുമുട്ടുന്നൊരു നിസ്കാരം സുബഹിയാണ്. ഇനി അത് കഴിഞ്ഞ് സായാഹ്ന നിസ്കാരം എന്ന് പറയുന്ന അസറിന് അവരൊരുമിച്ച് കൂടും. ആരാ? ഈ സുബഹിക്ക് വന്ന് ജോയിൻ ചെയ്ത മലക്കുകളും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തലേ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സുബഹി കഴിഞ്ഞ് യാത്ര തിരിച്ച മലക്കുകളും തിരിച്ചു വരുന്ന ആ ഒരു സമയം അസ്ർ നിസ്കാരമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ 2 നമസ്കാരം നമ്മൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. സുബഹി നിസ്കാരത്തിൽ നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ സുബഹിക്ക് തലേ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മടങ്ങി പോകുന്ന മലക്ക് അള്ളാന്റെ അടുത്ത് എത്തുമ്പോ അള്ള ചോദിക്കും, നീ വരുമ്പോ ഇടവനശ്ശേരിയിലെ ഇന്നയാളുടെ പ്രവൃത്തി എന്തായിരുന്നു? ഈ മലക്കുകൾ അള്ളാഹുവിനെ ബോധിപ്പിക്കുന്ന എന്താണെന്നറിയോ? പടച്ചോനെ, ഞാൻ ഇന്ന് രാവിലെ സുബഹിക്ക് ഞാൻ ചെന്നപ്പോൾ അവൻ നിസ്കാരത്തിലാണ്, ജോയിൻ ചെയ്ത സമയം. ഞാൻ എന്റെ ഡ്യൂട്ടി തീർന്നിട്ട് വരാൻ നേരത്തുള്ള അസർ നിസ്കാരത്തിലും അവൻ കൃത്യമായി നിസ്കരിച്ചു. 2 നിസ്കാരവും ആ മലക്ക് സാക്ഷി പറയാണ്. ഇനി അടുത്ത ഡ്യൂട്ടിയിലെ മലക്കുകളും അങ്ങനെ തന്നെ പറയും, പടച്ചോനെ, ഞാൻ വരുമ്പോഴും ഞാൻ പോയി ജോയിൻ ചെയ്തപ്പോഴും ഇന്ന ആള് നമസ്കാരത്തിൽ തന്നെയാണ്. തറക്കിനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ വരുമ്പോഴും അവര് നമസ്കാരത്തിലാ. വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ പോകുമ്പോഴും അവര് നിസ്കാരത്തിൽ തന്നെയാ. ഇത് ബുഖാരി ശരീഫിൽ കാണാൻ കഴിയുന്ന ഹദീസാ. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ 2 നമസ്കാരം വളരെ കൃത്യമായി നിർവഹിച്ചാൽ അള്ളാന്റെ മലായിക്കത്തുകൾ നമ്മളെ പറ്റി അള്ളാന്റെ കോടതിയിൽ പറയുന്നത്, അല്ലാഹുവേ തറക്കിനാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും അവരെ നിസ്കാരത്തിലാണ്. ഈ 2 സമയത്തുള്ള മലായിക്കത്തുകളും നമ്മളെ പറ്റി വലിയ മദ്ഹാണ് അള്ളാന്റെ മുമ്പിൽ പറയുക. ആ പടച്ചതമ്പുരാന്റെ മുമ്പിൽ അനുകൂലമായ സാക്ഷി നിൽക്കുകയാ. നാളെ ആഖിറത്തിൽ ഖിയാമത്തിൽ മാത്രമല്ല സാക്ഷിയുള്ളത്, ഓരോ ദിവസത്തെ സമയങ്ങളിലും അസറിന്റെ സമയം കഴിഞ്ഞ് മഗ്രിബാകുന്ന സമയത്ത്, അതുപോലെ ഇശാഇന്റെ സമയം കഴിഞ്ഞ് സുബഹിയുടെ സമയമാകുമ്പോ ഈ 2 സമയത്തും അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മളെ പറ്റി നല്ലത് പറയുകയാണ് അള്ളാന്റെ കോടതിയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 വഖത്ത് നമസ്കാരത്തെ, അസ്ർ നമസ്കാരത്തെയും സുബഹി നിസ്കാരത്തെയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇശാ നിസ്കാരം അത് ഒട്ടുമിക്ക ആളുകളും നിർവഹിക്കുന്നവരാ. കാരണം എന്താ? കിടക്കാൻ നേരത്തൊന്ന് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് കിടക്കാം. മഗ്രിബ് നിസ്കാരം എന്തായാലും എത്ര വലിയ ജോലിയാണെങ്കിലും ആ ജോലി കഴിഞ്ഞിട്ട് വന്ന് ക്ഷീണിതനായി വന്ന് ഒന്ന് ഫ്രഷായി
ഒന്ന് റാഹത്തായി വരുന്ന സമയത്ത് സന്ധ്യാ നമസ്കാരം കൃത്യമായി നിർവഹിക്കും എല്ലാവരും. ളുഹർ നിസ്കാരം എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഏത് ജോലിയാണെങ്കിലും ലഞ്ചിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ളുഹർ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ് നമ്മളിൽ അധികം ആളുകളും. നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്ന നമസ്കാരം ഈ 2 നിസ്കാരമാണ്. ഒന്ന്, രാത്രി കിടന്നിട്ട് സുബഹിക്ക് എഴുന്നേക്കാൻ മറക്കുക, അല്ലെങ്കിൽ ഉണരാതിരിക്കുക. ഉച്ച ഊണ് കഴിഞ്ഞിട്ടൊരു മയക്കത്തിൽ അസർ നഷ്ടപ്പെട്ടു പോവുക. അല്ലെങ്കിൽ ജോലിക്കാര് ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വാഹനം ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള വെപ്രാളത്തിനിടയിൽ അസർ നിസ്കാരം വിട്ടുപോകും. ഈ 2 വഖത്ത് നമസ്കാരത്തിന് ഗൗരവം നമ്മൾ കാണിക്കുമെങ്കിൽ നാളെ പടച്ചവന്റെ കോടതിയിലും മലായിക്കത്തുകൾ അനുകൂല സാക്ഷി നിൽക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് അസറും സുബഹിയും ആ 2 വഖത്ത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. വിശദീകരിക്കേണ്ടത് വരുമ്പോ ഞാൻ വിശദീകരിച്ചോളാം. ഇനി രണ്ടാമത്തെ സാക്ഷി ഒന്ന് മലായിക്കത്തുകളാണ്. ഇനി രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. സഹോദരങ്ങളെ, അല്പം വിശദീകരിക്കേണ്ട വിഷയമാണ്. സൂറത്തു സൽസല എന്ന് പറയുന്ന അധ്യായം അറിയുമല്ലോ. ആ സൂറത്ത് നമുക്കറിയുന്നതാ, എല്ലാവർക്കും കാണാപ്പാടമുള്ളതാ. 3-ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും മനപ്പാടമുള്ള സൂറയാണ്. മഗ്രിബിന്റെയും ഇശാഇന്റെയും നമസ്കാരങ്ങളിൽ ഒട്ടുമിക്ക ഇമാമിയങ്ങളും ഓതുന്ന സൂറയാണല്ലോ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. അല്ലാഹ് പറയുകയാണ്, ഭൂമിക്ക് ഇടുകിടാ വിറപ്പിക്കപ്പെട്ടാൽ. അള്ളാഹുവിന്റെ വാക്കപ്പർ അർത്ഥവത്താണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. അള്ളാഹു പറയുന്ന അറബി പദത്തിൽ തന്നെ അതിന്റെ കിടുക്കമുണ്ട്, അതിന്റെ ആ ഒരു കുലുക്കമുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി അതിനകത്തുള്ള എല്ലാ ഭാരങ്ങളെയും പുറപ്പെടുവിച്ചാൽ, ഭൂമിക്കടിയിലുള്ള എല്ലാ വസ്തുക്കളെയും പുറത്തേക്കങ്ങ് തള്ളിയാൽ, വഖാലൽ ഇൻസാനു മാ ലഹാ. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യര് ചോദിക്കും, മാലഹാ, എന്തുപറ്റി? വഖാലൽ ഇൻസാനു മാ ലഹാ. എന്തുപറ്റി ഭൂമിക്ക്? എന്തുപറ്റി? പ്രകൃതിയുടെ വികൃതി എന്താണ് ഇങ്ങനെ? എന്താ ഭൂമിക്ക് സംഭവിച്ചത്? ഒരു പ്രളയം വന്നപ്പോ നമ്മൾ ചോദിച്ചല്ലോ എന്തു പറ്റിയെന്ന്. ഒരു വലിയ സുനാമി വന്നപ്പോ നമ്മൾ ചോദിച്ചല്ലോ എന്താ സംഭവിച്ചതെന്ന്. ഒരു കൊടുങ്കാറ്റ് വന്നാ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചത്. ഒരു കോവിഡ് വന്നപ്പോ നമ്മൾ ചോദിച്ചു എന്താ സംഭവിച്ചത്. സഹോദരങ്ങളെ, മനുഷ്യന്റെ വാക്കങ്ങനെയാണ്, സഹജമായ വാചകമാണത്. അള്ളാഹു പറയുന്നു, വഖാലൽ ഇൻസാനു മാ ലഹാ. മനുഷ്യൻ ചോദിക്കും എന്തുപറ്റി, ഭൂമിക്ക് എന്തുപറ്റി. ആ സമയത്താണ് അല്ലാഹ് പറയുന്നു, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അതാ ഭൂമി ഓരോന്ന് വിളിച്ചു പറയുകയാ, നമ്മൾ കരുതിയതെന്ത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസാര ശേഷിയുള്ളത് നാവിന് മാത്രമാണെന്നോ അല്ല. ആ ഖിയാമത്തിലും നാവിന് മിണ്ടാൻ പറ്റൂല, നാവ് സീല് ചെയ്യപ്പെടുകയാ. സംസാരിക്കുന്നത് ഭൂമിയാണ്. ഈ ഭൂമി സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത് സഹോദരങ്ങളെ? അഖ്ബാറഹ. അല്ലാഹ് പറയുന്നു, അതിന്റെ അഖ്ബാറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. വിശദീകരിക്കേണ്ട വിഷയമാണ്. അല്ലാഹ് പറയുന്നു, ബി അന്ന റബ്ബക ഔഹാ ലഹാ. അത് ഭൂമിയുടെ കഴിവല്ല, അത് ഭൂമിയുടെ സാമർഥ്യമല്ല, അല്ലാഹു കൊടുത്ത പ്രത്യേകമായൊരു കഴിവാണ്. അല്ലാഹുവിന്റെ ദൂത്, അല്ലാഹുവിന്റെ സന്ദേശം, അല്ലാഹുവിന്റെ വഹയ് കൊണ്ടാണ് അതിങ്ങനെ പറയുന്നത്. ഭൂമിയെല്ലാം വിളിച്ചു പറയും, പ്രിയപ്പെട്ട സഹോദരാ, നീ ചീട്ട് കളിച്ചല്ലോ, നീ കള്ളു കുടിച്ചല്ലോ, നീ പലിശ വാങ്ങിയല്ലോ, അല്ലെങ്കിൽ നീ കാണി നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ട സമയത്ത് അല്ലാഹുക്ക് വേണ്ടി സുജൂദ് ചെയ്യാതെ കിടന്നുറങ്ങിയ മനുഷ്യ, കിടന്ന സ്ഥലം നാളെ പടച്ചവനോട് വിളിച്ചു പറയും, സംശയമില്ല.
ഇതൊന്ന് വിശദീകരിക്കട്ടെ സഹോദരങ്ങളെ. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരം അങ്ങോട്ട് തള്ളാൻ തുടങ്ങിയാൽ. എന്താ ഈ ഭൂമി തള്ളുന്ന ഭാരം? എന്താ? ഭൂമി അതിന്റെ ഉള്ളിലുള്ള ഭാരങ്ങളെ പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകത്ത് എവിടെ നോക്കിയാലും സ്വർണം, വെള്ളി, ആഭരണങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക. ഇതെന്റെ വാക്കല്ല, ഇതെന്റെ വാക്കല്ല. ആരംഭപൂവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക്. അതും അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. മനുഷ്യൻ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭൂമി കിടുകിട വിറപ്പിക്കപ്പെട്ട് ഭൂമി വിണ്ട് കീറി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി, ആഭരണങ്ങൾ അത് പുറത്തേക്ക് വരുമ്പോ ഓരോ മനുഷ്യരും വന്നിട്ട് അതിനെ നോക്കിയിട്ട് പറയും, പടച്ചവനെ, ഈ ഒരൊറ്റ സാധനത്തിന്റെ പേരിലാണല്ലോ ഞാൻ ഇന്നവനെ കൊന്നത്, ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണല്ലോ ഞാൻ താലി കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്, 2 പവൻ കുറഞ്ഞു പോയതിന്റെ പേരില്, ഈ സ്വർണ്ണ ആഭരണത്തിന്റെ പേരിലാണല്ലോ ഞാൻ താലി കെട്ടി എന്റെ പെണ്ണിനെ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ഡിവോഴ്സ് ചെയ്താക്കിയത്, തൊലാക്ക് ചെല്ലുകെട്ട് ഞാൻ ഉപേക്ഷിച്ചത് ഈ സ്വർണത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ.